നമസ്കാരം. മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അറിഞ്ഞൊരു വാർത്തയുണ്ട്. വളരെ തെറ്റിദ്ധാരണപരമായ ഒരു വാർത്തയായിരുന്നു, വിവരമായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അറിഞ്ഞത് തണ്ണിമത്തൻ കഴിച്ച ശേഷം 4 അംഗ കുടുംബം മരിച്ചു. അത് തണ്ണിമത്തൻ കാരണമാണ് മരിച്ചത്, ഭക്ഷ്യവിഷബാധ ഏറ്റു അതിൽ നിന്ന് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ആദ്യം പുറത്തു വന്നത്. പക്ഷെ അതൊരു അടിസ്ഥാനരഹിതമായ വിവരങ്ങളായിരുന്നു. അതിൽ സത്യാവസ്ഥ ഇല്ല എന്നതും വ്യക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമാകുന്നത് ഏതോ വിഷവസ്തു ഉള്ളിൽ ചെന്നാണ് ഇവരുടെ മരണകാരണം. അതായത് ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. എന്തോ വിഷവസ്തു ഉള്ളിൽ പോയിട്ടുണ്ട്. അപ്പോൾ പ്രാഥമിക ഫോറൻസിക് പരിശോധനകളിൽ നിന്ന് വ്യക്തമായത് ആ ഒരു വിഷവസ്തു കാരണമാണ് ഇവരുടെ മരണം സംഭവിച്ചതെന്നാണ്. മരിച്ചവരുടെ തലച്ചോറ്, ഹൃദയം, കുടൽ തുടങ്ങിയ ആന്തരിക അവയവങ്ങൾ പച്ച നിറമായി മാറിയിരുന്നുവെന്നും ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ആദ്യമൊക്കെ അത്തരത്തിൽ തണ്ണിമത്തൻ കഴിച്ച് കുടുംബത്തിലെ 4 പേർ മരിച്ചു എന്ന വിവരം വന്നതോടെ തണ്ണിമത്തൻ കഴിക്കാൻ പലർക്കും ഭയമായി. മാത്രമല്ല വിപണികളിൽ നിന്നും ഇത്തരത്തിൽ തണ്ണിമത്തൻ വിൽക്കുന്നവർ മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ പല ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഭക്ഷ്യവിഷബാധയുടെ സാഹചര്യത്തിൽ ഉണ്ടാകുന്നതല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട്. അബ്ദുള്ളയുടെ ശരീരത്തിൽ, അതായത് മരിച്ച വ്യക്തിയുടെ ശരീരത്തിൽ മോർഫിൻ്റെ അംശവും കണ്ടെത്തിയിട്ടുണ്ട്. അബദ്ധവശാൽ സംഭവിച്ചതാണോ അതോ കുടുംബത്തിൻ്റെ മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വശത്ത് അന്വേഷിക്കുകയാണ്. എന്തായാലും ആ വാർത്ത അങ്ങനെ തന്നെ അവിടെ നിൽക്കട്ടെ. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ്. തണ്ണിമത്തൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടല്ലേ. അപ്പോൾ ഇത് തണ്ണിമത്തൻ പ്രേമികൾക്കൊക്കെ വലിയൊരു ആശങ്കയായിരുന്നു തുടക്കത്തിൽ ഈ വാർത്ത കേട്ടപ്പോൾ ഉണ്ടായത്. എന്തായാലും തണ്ണിമത്തനല്ല മരണകാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും തണ്ണിമത്തൻ ചില സമയങ്ങളിൽ അപകടകാരികളാകാറുണ്ട്. അപ്പോൾ തണ്ണിമത്തൻ കഴിക്കുന്നവർ, തണ്ണിമത്തൻ ഇഷ്ടപ്പെടുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. തണ്ണിമത്തൻ എപ്പോഴൊക്കെയാണ് അപകടകാരിയാകുന്നതെന്ന് നോക്കാം. രാസവസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴും, ബാക്ടീരിയ ബാധ ഉണ്ടാകുമ്പോഴും, പൊട്ടാസ്യം അമിതമായാലും, അലർജി പ്രശ്നമുള്ളവർക്കുമൊക്കെ ഈ ഒരു തണ്ണിമത്തൻ അപകടകാരിയാണ്. രാസവസ്തുക്കളുടെ സാന്നിധ്യം അപകടമാണ്. തണ്ണിമത്തന് ചുവപ്പ് നിറം കിട്ടാൻ എറിത്രോസിൻ എന്ന ഡൈ കുത്തിവെക്കുന്നതും പഴുപ്പിക്കാൻ കാർബറ്റ് ഉപയോഗിക്കുന്നതും അവയവങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. ബാക്ടീരിയ ബാധ ഉണ്ടാകും. നിലത്ത് വളരുന്ന പഴമായതിനാൽ തൊലിപ്പുറത്ത് സാൽമോണല്ല, ലിസ്റ്റീരിയ തുടങ്ങിയ ബാക്ടീരിയകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുറിക്കുന്നതിന് മുമ്പ് കഴുകിയില്ലെങ്കിൽ ഇവ ഉള്ളിലെത്താനുള്ള സാധ്യതയുണ്ട്. മുറിച്ച കഷ്ണങ്ങൾ തണുപ്പിക്കാതെ വെച്ചാൽ ബാക്ടീരിയകൾ പെരുകും. പിന്നെ പൊട്ടാസ്യം അമിതമായാൽ അപകടമാണ്. തണ്ണിമത്തനിൽ പൊട്ടാസ്യം കൂടുതലാണ്. വൃക്കരോഗമുള്ളവരിൽ ഇത് ഹൃദയമിടിപ്പ് തടസ്സപ്പെടുത്താൻ കാരണമായേക്കാം. വളരെ അപൂർവമായി ചിലർക്ക് തണ്ണിമത്തൻ അലർജിക്ക് കാരണമാകാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. തണ്ണിമത്തൻ മുറിക്കുന്നതിന് മുൻപ് പുറം ഭാഗം നന്നായിട്ട് കഴുകണം. പഴത്തിൻ്റെ അടിഭാഗം വെള്ള നിറത്തിന് പകരം ക്രീം മഞ്ഞ നിറമുള്ളത് നോക്കി വാങ്ങുക. മുറിച്ച കഷ്ണങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. 3 അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ അത് കഴിച്ചു തീർക്കണം. കയ്യിലെടുക്കുമ്പോൾ ഭാരം തോന്നുന്ന പഴം തിരഞ്ഞെടുക്കുക. അത്തരത്തിൽ വാങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മാത്രമല്ല മുറിച്ചു വെച്ച പഴങ്ങൾ 2 മണിക്കൂറിൽ കൂടുതൽ പുറത്തു വയ്ക്കരുത്. അമിതമായി തിളക്കമുള്ള പഴങ്ങൾ, അതായത് തണ്ണിമത്തൻ വാങ്ങരുത്. അവ പഴുത്തതാകാൻ സാധ്യത കുറവാണ്. സ്വാഭാവികമല്ലാത്ത ചുവപ്പ് നിറം ഉള്ളിൽ കണ്ടാൽ അത് കഴിക്കരുത്. ആപ്പിളിനൊപ്പം തണ്ണിമത്തൻ സൂക്ഷിക്കരുത്. ഇത് പഴം വേഗത്തിൽ ചീത്തയാകാൻ സാധ്യതയുണ്ട്. നന്നായി കഴുകി ഫ്രഷായി കഴിച്ചാൽ തണ്ണിമത്തൻ നല്ലതാണ്. എന്നാൽ വൃത്തിഹീനമായ സാഹചര്യങ്ങളും രാസവസ്തുക്കളും ഇതിനെ വലിയ രീതിയിലുള്ള അപകടകാരിയാക്കാനുള്ള സാധ്യതകൾ മുന്നിലുണ്ട്. തണ്ണിമത്തൻ പെട്ടെന്ന് വളരുന്നതിനും നിറം വർദ്ധിപ്പിക്കുന്നതിനുമായി ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. തണ്ണിമത്തൻ വേഗത്തിൽ വളരാൻ ഉപയോഗിക്കുന്ന നൈട്രേറ്റ് കലർന്ന വളങ്ങൾ ശരീരത്തിലെത്തിയാൽ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുന്നുണ്ട്. ഈ അവസ്ഥയാണ് മെറ്റ് ഹീമോഗ്ലോബിനിമിയ. ഇത് പിന്നീട് ചർമ്മവും നഖങ്ങളും ചുണ്ടുകളും നീല നിറത്തിലാകുന്ന സയോനിസിസിനും കാരണമാകാറുണ്ട്. മാത്രമല്ല പ്രകൃതിദത്തമായി ഗർഭകാലത്ത് ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. എന്നാൽ പഴങ്ങൾ കൃത്രിമമായി വലുതാക്കാൻ ഇത് ഉപയോഗിക്കുമ്പോൾ അത് കഴിക്കുന്നവരിൽ ഹോർമോൺ വ്യതിയാനങ്ങളും വയറുവേദനയും ഉണ്ടാകും. ഈ തണ്ണിമത്തന് ഒരു ആകർഷകമായ ചുവപ്പ് നിറം കിട്ടാൻ വേണ്ടി എറിത്രോസിൻ, റോഡമിൻ ബി, റെഡ് അലർട്ട്, ക്രോമേറ്റ് എന്നീ സിന്തറ്റിക് ഡൈകൾ ഉപയോഗിക്കാറുണ്ട്. ഇവ കിഡ്നിയെയും ലിവറിനെയും തകരാറിലാക്കാനും തലച്ചോറിന് ക്ഷതം വരുത്താനും കാരണമാകാറുണ്ട്. 2023 കേരളത്തിൽ നടന്ന പഠനങ്ങളിൽ ഇത്തരം കൃത്രിമ നിറങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്.
കാൽസ്യം കാർബൈഡ് പഴങ്ങൾ പെട്ടെന്ന് പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ രാസവസ്തു നാഡീവ്യൂഹത്തെ ബാധിക്കുകയും അർബുദ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം ഭക്ഷ്യവിഷബാധയേറ്റാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കൂടി നോക്കാം. കഠിനമായ വയറുവേദനയും പേശി വലിച്ചിലും തുടർച്ചയായ ഛർദിയും വയറിളക്കവും മലത്തിലൂടെയോ ഛർദിയിലെയോ രക്തത്തിൻ്റെ അംശം കാണുക, കഠിനമായ വിറയലോട് കൂടിയ പനി ഇതൊക്കെ ഉണ്ടാകും. നാവ് വരളും, കണ്ണുകൾ കുഴിഞ്ഞുപോകും, മൂത്രത്തിൻ്റെ അളവ് കുറയും, തളർച്ച ഉണ്ടാകും, ബോധക്ഷയം ഉണ്ടാകും, തലകറക്കം ഉണ്ടാകും. മുൻകരുതലുകൾ വേണം. പഴങ്ങളുടെ പുറംതൊലിയിലുള്ള ബാക്ടീരിയകൾ രാസവസ്തുക്കൾ മുറിക്കുമ്പോൾ ഉള്ളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പുറം ഭാഗം നന്നായി കഴുകിയ ശേഷം മാത്രം മുറിക്കുക. കടകളിൽ മുറിച്ചു വെച്ച തണ്ണിമത്തൻ വാങ്ങുന്നത് ഒഴിവാക്കുക. ഇവ വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയുണ്ട്. മുറിച്ച തണ്ണിമത്തൻ പുറത്തു വയ്ക്കരുത്, ഉടൻ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. അതായത് മാംസം മുറിക്കുന്ന കത്തിയും പാത്രങ്ങളും പഴങ്ങൾ മുറിക്കാൻ ഉപയോഗിക്കരുത്. മുറിച്ച തണ്ണിമത്തൻ്റെ കഷ്ണം വെള്ളത്തിലിട്ടാൽ നിറം കലങ്ങുന്നുണ്ടെങ്കിൽ അത് കൃത്രിമ ഡൈ ചേർത്തതാകാം. പുറത്ത് വെളുത്ത പൊടി കാണുന്ന പഴങ്ങളും ഒഴിവാക്കണം. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ നിർജ്ജലീകരണം തടയാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ധാരാളം വെള്ളം കുടിക്കുക. ORS, ഉപ്പിട്ട കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം എന്നിവ നൽകുക. എണ്ണമയമുള്ളതും എരിവുള്ളതുമായ ഭക്ഷണം ഒഴിവാക്കി ലഘുവായ ഭക്ഷണങ്ങൾ നൽകുക. എന്നാൽ കടുത്ത വിറയലോട് കൂടിയ പനി നിലനിൽക്കുകയോ ഛർദി മൂലം ഒന്നും അകത്ത് നിൽക്കാത്ത അവസ്ഥ വരികയോ ചെയ്താൽ വൈകാതെ തന്നെ ഒരു ഡോക്ടറെ കാണുക.